ഇരിക്കുകയാണ്. താനൂർ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഓട്ടം തുള്ളക്കാരൻ വരില്ലാന്ന് സന്ദേശം കിട്ടി സംഘാടകർക്ക്. സംഘാടകർ ആകപ്പാടെ പരിഭ്രമിച്ചു. അതിൻ്റെ സംഘാടകൻ എനിക്ക് വേണ്ടപ്പെട്ട ആളുമാണ്. ഓടി വന്ന് പറഞ്ഞു, മാഷേ ഞാൻ ഇപ്പം എന്താ ചെയ്യുക, അവിടെ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ ഇപ്പോൾ അവർ വരില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർക്കൊക്കെ ദേഷ്യം പിടിക്കില്ല, ഞാൻ കുറേ കാലക്ഷൻ എടുത്താണെന്ന് പറഞ്ഞോളൂ. മാഷ് എന്തെങ്കിലും ഒരു കോമളിത്തം കാണിച്ചിട്ട് ഇവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം പറഞ്ഞപ്പോൾ അന്നവിടെ FACT ജനറൽ മാനേജർ പ്രാദേശികമായിട്ടുള്ള ആൾ ഇവരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ വളത്തിൻ്റെ പരസ്യമുള്ള കാലം അത്, അവരുടെ വളം പരസ്യമുള്ള കാലമാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അവർ പ്രസംഗിക്കട്ടെ മാഷ് ഭയപ്പെടേണ്ട, വരും അപ്പോഴേ വരുമെന്ന് നോക്കുക. ഞാൻ അപ്പുറത്ത് പോയിരുന്നിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് FACT വളത്തെ പറ്റിയിട്ടൊരു തുള്ളലുണ്ടാക്കി. അതിൽ കുറച്ച് തുള്ളൽ മാത്രമല്ല ആയിട്ടല്ല, അതിൽ കുറച്ച് സംസാരങ്ങളും ചില മാപ്പിളപ്പാട്ടിലും ചില അതും ഒക്കെ പാടെ വെച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറിനുള്ള അതിലുണ്ടാക്കി. അപ്പോൾ എൻ്റെ കൂടെ വന്ന സഹാധ്യാപനുണ്ട്, അയാൾ കുറച്ച് രസിക്കാനാണ്. ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ലക്ഷ്യം ഈ മാഷ് ഒന്ന് രക്ഷിക്കാനുള്ള സംഭവം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓട്ടംതുള്ളക്കാരനില്ല, അപ്പോൾ നമുക്കൊന്ന് പറയാം ഓട്ടംതുള്ളലിന് പകരം നടത്താൻ പോണെന്താ. അപ്പോൾ എൻ്റെ ഭാവനയിൽ പെട്ടെന്ന് കിട്ടിയ പേരാണ് മോണോതുള്ളൽ. മോണോതുള്ളൽ നടത്തിയാൽ അത് ഭംഗിയായിട്ട് വിജയിക്കും എന്ന് തോന്നി. അതുകൊണ്ട് അനൗൺസ് ചെയ്യാൻ പറഞ്ഞു മാഷോട്. അദ്ദേഹം ഇവിടെ അനൗൺസ് ചെയ്തു. ജനന അവിടെയാണ്, അത്ഭുതകരമാണ്, ജനന അവിടെയാണ്. അപ്പോൾ ഞാനതിന് ഈ വരികളൊക്കെ എഴുതി. എനിക്ക് വരികൾ എഴുതാൻ ഇപ്പോഴും ഒരു പ്രയാസമില്ല. ഇപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറ്റിയെന്ന് ഒരു 10 കവിത എഴുതുന്ന പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടായില്ല. വരികൾ എഴുതാൻ പ്രയാസം കാണാറില്ല, അത് വൃത്തത്തെ തന്നെ കുള്ളും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടംതുള്ളലിൻ്റെ രീതിയിലും ഒക്കെ പാട്ട് എഴുതിയിട്ട് ഞാൻ അവിടുന്ന് ചെറിയൊരു വേഷം, അപ്പോൾ ഈ മാഷോട് പറയുമ്പോൾ മാഷ് ആരൊക്കെയോ സ്ത്രീകളടുത്ത് പോയിട്ട് സാരി മാലയും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട്, സാധനമൊക്കെ സംഘടിപ്പിച്ചു. മാഷ് വലിയ രക്ഷയാക്കാത്തേ. അപ്പോൾ മാഷ് വടമൺ ദേവികമ്മയാണ് വരാമെന്ന് പറഞ്ഞത്, അതൊന്നുമില്ല. അപ്പം ഞാൻ ഈ ഒരു വേഷം കെട്ടി, ഇയാൾ ഈ ഒരു ചെറിയ വേഷമൊക്കെ കെട്ടി ഞാൻ പറഞ്ഞു ഇയാളോട്, നിങ്ങൾ അശേഷം പരിഭ്രമിക്കണ്ട, നിങ്ങൾ അവിടെ നിന്നിട്ട് ഞാൻ പാടുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കുറന്ന് കാണിച്ചാൽ മതി, ഇതൊക്കെ അവതാളാവില്ല, കാണിച്ചു ഇഷ്ടമുള്ളത് കാണിച്ചോളൂ പറഞ്ഞു. സ്ത്രീകളുടെ മുമ്പിൽ വന്നിട്ട് മാനേജർ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു ഇത് അതിവിശിഷ്ടമായൊരു കലാപരിപാടിയാണ്, ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ ജനങ്ങളെ നേരിട്ട് കലാരൂപത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം കൊടുക്കുക. അങ്ങനെയാണ് മോണോതുള്ളൽ. അവരാണ് മോണോതുള്ളൽ ഒരു പ്രസ്ഥാനമാണെന്നാണ്. അങ്ങനെ ആ മാനേജറൊക്കെ കാത്തിരുന്ന് ഞങ്ങൾ സ്റ്റേജിനെ വിളിച്ച് ഞാൻ എന്നിട്ട് പാടാൻ തുടങ്ങി. ആ വരിയൊന്നും പുറമില്ലെങ്കിലും പാടുമ്പോൾ ഇയാളിങ്ങനെ കൈകൊണ്ട് ഓരോ കളികളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. മാഷ്, ഈ ചെറിയ മാഷ്, അയാൾക്ക് വലിയ തലക്കെട്ടൊക്കെ കെട്ടി എന്തൊക്കെയോ തോന്നിയ മാതിരി വേഷമൊക്കെ അയാൾക്കുണ്ട്. പക്ഷെ ജനങ്ങൾക്കത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഒരാളും ആക്ഷേപം ഉണ്ടായില്ല. ഏകദേശം ഒരു 1/2-3/4 മണിക്കൂറായപ്പോൾ ഞങ്ങൾ സ്വയം അത്. അപ്പോൾ അതിൽ ഒരു കാര്യം വന്നത്, ഈ മരുന്നുകളില്ല അവരുടെ ഔഷധങ്ങൾ FACT തെങ്ങിനുള്ള തുടക്കുന്ന കാലമാണ്, അത് മുഴുവനും അവരുടെ നോട്ടീസ് നോക്കി കൃത്യമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കത് പിടിച്ചു. അവർക്ക് പരസ്യം. അവർ പറഞ്ഞു വയനാട്ടിൽ മീറ്റിംഗ് ഉണ്ട്, മാഷാണ്ട് വരണം. ഞാൻ പറഞ്ഞു ആലോചിക്കാം, ഇതിന് രക്ഷപ്പെട്ടാൽ മതി, ഇപ്പോഴേ ഇവിടുന്ന് രക്ഷപ്പെട്ട് മാഷിന് രക്ഷപ്പെട്ടാൽ മതി. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ലെങ്കിലും അത് പിന്നീട് ഈ സാക്ഷരതാ രംഗത്ത് വലിയ നേട്ടമായി മാറി. തിരുവനന്തപുരത്ത് അതനുസരിച്ച് എയ്ഡ്സിനെ പറ്റി, കുഷ്ഠരോഗത്തെ പറ്റിയിട്ട് ഒക്കെ അവതരിപ്പിച്ചു. അതൊക്കെ തന്നെ അവിടെ വെച്ചിട്ട് അവിടെ ശ്രീ പ്രഭാകരൻ എന്നൊരാളുണ്ടായിരുന്നു റേഡിയോ സ്റ്റേഷനിൽ, അത് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇതൊരു കവിത അവിടെ ചൊല്ലി കേൾപ്പിച്ചു, റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തു. പിന്നെ അതൊരു പുസ്തകമാക്കി മാറ്റി. ആ പുസ്തകത്തിന് ധാരാളം കോപ്പികൾ ചിലവാകുകയും ചെയ്തു. മലപ്പുറം ജില്ലയിൽ വളരെ സ്ഥലങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ PM പണിക്കർ പ്രത്യേകതയോട് ഞങ്ങൾക്ക് ഡൽഹി പോയിട്ട്, അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യം പറയാതെ ഒരു വലിയൊരു നേട്ടം എന്ന് പറയാം. അത് അന്നത്തെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ചിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അത് പിന്നെ മലപ്പുറം ജില്ലയിൽ വളരെ സ്ഥലങ്ങളിൽ പല വിഷയങ്ങളായിട്ട് ഈ മദ്യത്തിൻ്റെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളായിട്ട്, അത് തുള്ളലിൻ്റെ കൂടെ തന്നെ താരാട്ടും അങ്ങനൊരു വൈവിധ്യമുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, സാറേ ഇത് എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ ഭർത്താവ് നിത്യേന വന്നിട്ട് എന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്നെ വീട്ടിൽ കുടിച്ച് വരും, ഇത് പിടിച്ച് കണ്ടോ, അത് അവിടെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് പാവം കാണിച്ചു തന്നു. കുടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് തലമുട്ടി പിടിച്ച് വലിച്ചിട്ടൊക്കെ. അപ്പോൾ ഇതൊന്നൊരു മോചനം എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞാൽ എനിക്ക് അതിനേക്കാളും വലിയ അപകടമാവും. അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹത്തിന് ഞാൻ വന്നോണ്ട് തന്നെ പഠിക്കാരനാണ്, സാധാരണ വലിയൊരു സ്ഥാനം കൊടുത്തോണ്ടിരിക്കാൻ പറഞ്ഞു.
അപ്പോൾ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ അതാ ഞാൻ പരിപാടി നടത്തുമ്പോൾ നിങ്ങളൊക്കെ കേൾക്കണമല്ലോ, അല്ലാണ്ട് ഞങ്ങൾ തന്നെ വന്നത് എന്നൊക്കെ കുറേ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പൊഴുത്തി ആ പണിക്ക് പോകുന്ന ആളെ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മദ്യപാനം മഹാദോഷം, അത് വിസ്തരിക്കാനില്ല ശേഷം, ഭ്രാന്തിനേക്കാൾ മഹാകഷ്ടം, മദ്യം മോന്തിയാൽ ജീവിതം നഷ്ടം, ഇത്തിരി നേരത്തെ ഊർജം, അത് കത്തിക്കഴിഞ്ഞാലോ പൂജ്യം, ശാന്തത ഇല്ലാതെയാകും, സ്വന്തം കാന്ത പുറംപോക്കിലാവും, റോട്ടിനരികിൽ കിടക്കും, പട്ടി മൂക്കിലും നാക്കിലും നക്കും. ഇങ്ങനെ കുറേണ്ടത് അതിൻ്റെ ഒരു കുറച്ച് വരിക ഞാൻ പാടിയത്. ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് തന്നെ ഇയാളുടെ ഭാര്യയും ചെറുക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇയാൾ റോട്ടിൽ കിടന്നിട്ട് എന്തോ ഒരു ജീവി വന്ന് അയാളെ നക്കിയിട്ടുണ്ട്. അത് സ്വന്തം സ്നേഹിതനാണെന്ന് വിചാരിച്ച ആളിങ്ങനെ അതിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായതാ. അത് ശരിക്കും കൊണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ എനിക്ക് എൻ്റെ മുമ്പിൽ വന്നിട്ട് അധ്യക്ഷൻ അന്ന് CP മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ കോളേജിലെ ലെക്ചറാണ്, PSM കോളേജ്, തിരുവനങ്ങാടി PSM കോളേജിലെ കെമിസ്ട്രി ലെക്ചറാണ് ആ ക്യാമ്പ് സംഘടിപ്പിച്ച ആൾ. അല്ല, ഞാൻ അത് അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടി നിർത്തും, എനിക്കിത് വലിയൊരു അറിവാണ് കിട്ടിയത്, ഞാൻ കുട്ടി നിർത്തുന്നു പറഞ്ഞു. അത് നമുക്ക് അവിടെ കേട്ടപ്പോണ്ടായ ഒരു ആനന്ദമുണ്ട്. ആ പാസ്റ്റർ കരഞ്ഞുകൊണ്ട് പോയി, പാവം എല്ലാ ഗുണമുണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് പോയി. ജീവിതത്തിലെ ധന്യ മുഹൂർത്തങ്ങൾ എന്നും അനുഭൂതിദായകങ്ങളായിരിക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും. അത്തരം മുഹൂർത്തങ്ങൾ ഓർമ്മിച്ചെടുക്കാമോ? ധാരാളം ഉണ്ടെങ്കിലും 1-2-3 മനസ്സിന് വല്ലാതെ സ്പർശിച്ചത് ഒരിക്കലൊരു മഹാസമ്മേളനം നടക്കുക. അത് അധ്യക്ഷ മഹാകവി അക്കിത്താണ്. അപ്പോൾ ഞാൻ അവിടെ ഇവരുടെ കൂടുതൽ ശ്രോതാക്കളുടെ കൂടുതൽ അടുത്ത് തന്നെ ഇരിക്കും. ഞാനെപ്പോഴും മുന്നിൽ വന്നിരിക്കും കേൾക്കാൻ വേണ്ടിയിട്ട്. ഇരിക്കുന്നതിന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പല ആൾക്കാരും വന്നിട്ടുണ്ട്. ആ യോഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ പ്രസംഗിക്കാനൊക്കെ ഉണ്ട്. ആരോ ഒരാൾ വന്ന് മഹാകവിയോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഏറ്റതാണല്ലോ, അപ്പോൾ ഇത് തുടങ്ങാൻ ഒരു വൈകിട്ടുണ്ട്, അവിടെ എത്തണം. ആ ശരിയാണ്, താൻ ഓർമ്മിച്ച് നന്നായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോകണം, ഞാൻ അധ്യക്ഷനാക്കി ഇവിടെ ആക്കിയിട്ടേ പോകുള്ളൂ എന്തോ അവരോട് സംസാരിച്ചിട്ട് അവിടെ എന്നെ മാടി വിളിച്ചു. താൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്നെ വിളിച്ചു, ഇവിടെ ഇരിക്കുക ഇത് കഴിയുന്നവരെ അധ്യക്ഷനായിട്ട്. എനിക്ക് തോന്നി എന്താ ഇപ്പോൾ ഇത്രയും അവിടെ വലിയ വലിയ ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് അവിടെ ഇരിക്കാൻ പറഞ്ഞതിൻ്റെ അദ്ദേഹത്തിന് ഞാൻ കുറച്ച് നേരം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ ചില കവിതകൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്നോട് ഒരു പ്രിയം തോന്നിയിട്ടുണ്ട്. അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയുള്ള മഹത്തുക്കളാണ് ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നത്. ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേർശിഷ്യൻ ആയിട്ടുള്ള നടരാജഗുരു അദ്ദേഹം ലോക സമാധാന സമ്മേളനം എന്നും പറഞ്ഞിട്ട് ലോകമഹാസമ്മേളനം ഏഴിമലിൽ വെച്ച് നടത്തുന്നുണ്ടായി. പത്രങ്ങളിലൊക്കെ വന്നു. അപ്പോൾ പലരും പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനത്തെ മഹത്തുക്കളൊക്കെ എന്ത് ചെയ്താലും കാണണമെന്ന് ആഗ്രഹം ഇൻ്റെതാണ് ഞാൻ. അപ്പോൾ എൻ്റെ സ്കൂളിൽ 2-3 മാഷന്മാരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു, നമ്മൾ യാത്ര പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും പോയി. ഏഴിമലയിൽ വണ്ടി ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ഒരു കടലിൻ്റെ തീരത്ത് തന്നെയാണ് മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തൊക്കെ ധാരാളം ഹട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ ബ്രിട്ടീഷുകാരും പല ആൾക്കാരും പല വിദേശ മലയാളമല്ല, ലോക സമാധാന സമ്മേളനം. ലോക സമാധാന സമ്മേളനം അതിൽ മലയാളികൾക്കുള്ള ഭാഗമുണ്ട്. വലിയൊരു ഇതിൽ കുറേ ആൾക്കാർ എടുത്തിട്ട് ധ്യാനം നടത്തുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഗുരുജി അവിടെ ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ പോയപ്പോൾ എൻ്റെ കൂടെ 1-2 മാഷന്മാർ ചില പാട്ടൊക്കെ പാടി തമാശ കാണിച്ചപ്പോൾ ഒരാൾ വന്നു, എന്താ നിങ്ങൾക്ക് ഇവിടെ ആവശ്യം? അവരുടെ വിചാരം ഞങ്ങളിതെന്തോ ചെയ്യാൻ വന്ന ഉപദ്രവിക്കാൻ വന്നവരാണ് എന്തൊക്കെയാണ് തോന്നിയിട്ടുണ്ടാവും. എന്താ നിങ്ങൾ വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വന്ന് സ്വാമിജിയെ കാണാൻ വന്നതാണ്. എന്താ പിന്നെ കാണാത്തത്? അല്ല, അപ്പം അദ്ദേഹം ഹോളിലാണല്ലോ, അത് കഴിയട്ടെ, വേണ്ട അത് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇയാൾക്ക് ഞാൻ വന്നത് സ്വാമിയെ കാണാൻ അല്ല എന്നൊരു തോന്നുന്നുണ്ട്. സ്വാമിജി വലത്തെ കൈ കൊണ്ട് എൻ്റെ പുറത്ത് ഇങ്ങനെ തടവിയിട്ട് എന്താ വത്സ വന്നത് എന്ന് ചോദിച്ചിട്ട് തടവി. സ്വാമിജി അങ്ങനെ തടവിയപ്പോൾ ഇതിപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സ്വാമിജിക്ക് തടവിയ സമയത്ത് ആ തടവലിൽ എനിക്ക് രോമാഞ്ചം, എന്തൊക്കെയോ അനുഭൂതി, ഒരു മഹത്തായ ഒരു അനുഭൂതി, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ലത്. അപ്പം ഞാൻ സ്വാമിയുടെ കാൽക്കലിങ്ങനെ കുമ്പിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്വാമിജി ഇവിടെ അങ്ങ് ഇതൊക്കെ പരിപാടി നടത്തുന്നുണ്ടല്ലോ, അപ്പോൾ ഈ പരിപാടിയിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അങ്ങ് അധികം സമ്മതിക്കുമോ എന്നറിയാനും ഇതേപോലത്തെ ഒരു പരിപാടിയുടെ ഒരു ഭാഗം ലോകസമാധാനത്തിൻ്റെ സന്ദേശം ഞങ്ങളുടെ നാട്ടിലെത്തിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് പരിപാടി അവതരിപ്പിക്കാതെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പാഠകം പറയാമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ സാധനം ഞാൻ അവിടെ പോകുമ്പോഴും ഈ ആശാരി അവിടെ പോകുമ്പോഴും ഈ മുളങ്കോലും ഉള്ളിയും കൊണ്ടുപോകുന്ന മാതിരി
ഈ ചെറിയ സാധനം കയ്യിൽ വെക്കും, ഒരു കിരീടം, ഒരു പട്ട്, ഇതൊക്കെ കയ്യിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കയ്യിലുള്ളിലേക്ക് ഒരു ധൈര്യമുണ്ട്. ആ എന്നാൽ ഒരു 7 മിനിറ്റ് സമയം തരും, ഒന്ന് വിളിക്കും. അപ്പോൾ അത് കാണിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ അഡ്രസ്സ് തരൂ, ഞാനല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാരെങ്കിലും വരും അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇത് പ്രിൻ്റ് ചെയ്ത അക്ഷരക്കളരി എന്ന സംഘടന, ഞാൻ പറയാതിനെ പറ്റി, ആ സംഘടനയുടെ കാർഡും കൊടുത്തു. സ്വാമി അത് നോക്കി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ശരി, ഇവർക്ക് രാത്രി ഭക്ഷണം കൊടുക്കണം, കിടക്കാനുള്ള അവസരം കൊടുക്കണം, നാളെ രാവിലെ വണ്ടി അയക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ, രാത്രി പരിപാടി കഴിഞ്ഞിട്ട് എന്നെ കാണണമെന്നും പറഞ്ഞു. സ്വാമി അവിടെ അടുത്തുണ്ട്, സ്വാമി അവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പരിപാടിയുടെ സമയം ഒരു അരമണിക്കൂറോളം ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിടന്നിച്ചിട്ട് വന്നപ്പോൾ സമയമായി. അപ്പം ഞാൻ മഹാഭാരതത്തിലൊരു കഥ ഒരു ശ്ലോക രൂപത്തിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അവിടെ എത്തി 7 മിനിറ്റാണല്ലോ, ഞാൻ എന്താ 7 മിനിറ്റ് എന്താ കാണിക്കുക, ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാം വിചാരിച്ചുകൊണ്ട് ഇതുകൊണ്ട് തുടങ്ങി 7 മിനിറ്റ് ആവാനായപ്പോൾ ഞാൻ വാച്ച് നോക്കിയിട്ട് ഞാൻ സ്വാമിയോട് ഒരു നിർത്തട്ടോ എന്ന് ചോദിച്ചു. സ്വാമിയോട് അവിടുന്ന് തുടർന്നോളൂ എന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞ മാറ്റത്തിന് സ്വാമി നേരിട്ടാണ് പറഞ്ഞതേ, അതെനിക്ക് വലിയൊരു എന്താ പറയുക അംഗീകാരമായിട്ട് തോന്നി. ഞാനത് ആ ശ്ലോകം മുഴുവനും വ്യാഖ്യാനിച്ച് ആ കഥ മുഴുവനും അവിടെ പറയുന്നത് വരെ സ്വാമി എൻ്റെ മുന്നിൽ തന്നെ അത് കേട്ടുകൊണ്ടിരുന്നു. മറ്റുള്ളവർക്ക് അത് കേൾക്കല്ലാതെ ഒന്നും മനസ്സിലാവില്ല എന്ന് തീർച്ചയാണ്. ഒക്കെ യൂറോപ്യൻസാണ് കൂടുതൽ, കേരളീയരേ ഉള്ളൂ. അദ്ദേഹം മുഴുവൻ കേട്ട ശേഷം ശരി ഇത് പറഞ്ഞ് ഞാൻ തന്നെ സ്വയം നിർത്തിയതിന് ശേഷം ഞാൻ രാത്രി ഭക്ഷണമൊക്കെ അവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ തന്നു, കിടക്കാൻ സ്ഥലം തന്നു. കിടന്ന് കഴിയാനായിട്ട് മുമ്പായിട്ട് എന്നെ വിളിച്ചു, സ്വാമി വിളിക്കുന്നത് പറഞ്ഞു. ചെന്നപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ്, ഗോൾഡ് മെഡൽ സർട്ടിഫിക്കറ്റ്, അന്ന് നടത്തിയ ആ പരിപാടിക്ക് 1ാം സ്ഥാനം. പക്ഷേ ഗോൾഡ് മെഡൽ കൂടുതൽ ഇത് മറ്റുള്ളതൊക്കെ പല പരിപാടിയുണ്ട് അവിടെ. അത് ഞാൻ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും. ആ സർട്ടിഫിക്കറ്റ് അതാണ് എൻ്റെ ആദ്യത്തെ പുരസ്കാരം. അതാണ് ഏറ്റവും ആദ്യത്തെ പുരസ്കാരം അതാണ്. പിന്നെ നേരത്തെ വനമാരി കണ്ട വാരി ഒരു പുരസ്കാരമൊക്കെ പലതും തന്നിട്ടുണ്ട്, അത് വേറെ. അപ്പോൾ അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. നേരത്തെ ഡൽഹി പോയിട്ട് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇത് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ, മോണത്തുള്ളൽ, അതുപോലെ തന്നെ അനുഭൂതിയാണ് ഇതും ഉണ്ടാക്കിയുള്ളത്. ഇതുപോലെ മനുഷ്യൻ മനസ്സിൽ ഇങ്ങനെ ഓരോ നിലയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചില ദുഃഖകരമാവും, ചിലത് ഇതുപോലെ ശുഭകരമായിരിക്കും, പലതും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി. ഈ ചിരി ആയുസ് കൂട്ടും എന്ന് പറയാറുണ്ടല്ലോ. ചിരിയും നർമ്മവും ഒക്കെ സഹൃദയ ഒത്തുകൂടലാണോ അക്ഷരക്കളരിയുടെ പ്രധാനപ്പെട്ട? അതെ. അക്ഷരക്കളരിയെ കുറിച്ച് പറയാമോ? അക്ഷരക്കളരിക്ക് ഇപ്പോൾ 27 വയസ്സായി. അക്ഷരക്കളരി പേരൊക്കെ എൻ്റെ അനുജനും ഒരു പാർവതി ജംബീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നാട്ടുകളുണ്ട്, അവരൊക്കെ പാടെ ഇട്ടിട്ട് നമുക്കിങ്ങ് തുടങ്ങണം മാഷ എന്ന് പറഞ്ഞ് തുടങ്ങി. തന്നെ അവരൊക്കെ പിന്നെ വിട്ടുപോകും ചെയ്തു, അവർക്കൊന്നും താല്പര്യമില്ലാതെ പോയി. പക്ഷെ ഞാനതിനെ പിന്നെ കൈവിട്ടില്ല. അപ്പോൾ എന്നോട് PT ഭാസ്കരമണിക്കാണ് പറഞ്ഞത്, ഇത് താൻ ചെയ്യുന്നത് പ്രയോജനമായി തീരണം, നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് പ്രയോജനമാവണം. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണിത്. ഈ പഞ്ചായത്തിലേക്കുള്ള കുട്ടികൾക്ക് മഹാന്മാരെയൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാൻ അവസരം കൊടുക്കുക, കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിക്കാൻ അതിനുള്ള യാതൊരു തടസ്സമില്ലാതെ, ജാതി മത രാഷ്ട്രീയ തടസ്സം ഒന്നിലൊന്നും പാടില്ല അങ്ങനെ ഉണ്ടാവുക. അതങ്ങനെ മാസം ഒരു വിദ്വൽ സദസ്സ് നടത്തും. മാസം ഉണ്ടാവും വിദ്വൽ സദസ്സ്. അതിലാരൊക്കെയാണ് ധാരാളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. കൊളാടി കോഴിന്നുകുട്ടി എന്നൊരാളുണ്ടായിരുന്നു വക്കീലായിട്ട്, അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണൻ അതിൽ വന്നിട്ടുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണൻ നാളുടെ ഒരു ദിവസം പറഞ്ഞു, അത് ഞാൻ അക്ഷരക്കളരി കൂടിയാണ് വളർന്നു വന്നതെന്നൊക്കെ അദ്ദേഹം ആ വിനയത്തിൻ്റെ ഭാഷയിൽ പറയണ്ടായി. അദ്ദേഹം വന്നിട്ടുണ്ട് അതിൽ. അതുപോലെ തന്നെ KG അടിയോടി എന്ന് പേരിട്ട ആളുണ്ടായിരുന്നു. KG അടിയോടി, ഡോക്ടർ KG അടിയോടി, മഹാനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം അതിൽ വന്നിട്ട് പങ്കെടുത്തിട്ടുണ്ട്.